ഹായ് ആൾ, ഞാൻ അശ്വതി. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആൻഡ് ICTനെ പറ്റിയാണ് കേട്ടോ. ഇന്നത്തെ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ, അതായത് ഈ ഒരു കാലഘട്ടത്തിലെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നല്ല ഈ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ICT എന്ന് പറയുന്നത്. ടെക്നോളജി അതിൻ്റെ വളർച്ചയുടെ പീക്കിലെത്തിയിരിക്കുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ COVID-19 കാരണം 2 കൊല്ലമായിട്ട് ഓൺലൈൻ ക്ലാസ്സസൊക്കെയാണ് സ്കൂളിലായാലും കോളേജിലായാലും ഇങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി യൂസ്ഫുള്ളായിട്ടും നമ്മൾ ഒത്തിരി യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഈ ഇതിൽ പറയുന്നത്. ഈ ഒരു ഓൺലൈൻ്റെ സമയത്ത് മാത്രമല്ല, അല്ലാതെ സ്കൂളിൽ പോയി പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ യൂസ് ചെയ്ത കാര്യങ്ങളെ പറ്റിയും, അതേപോലെ ഈ ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആൻഡ് ICTയിൽ പറയുന്നത്. അതേപോലെ നമ്മളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്താണെങ്കിലും ശരി, ക്ലാസ്സിലാണെങ്കിലും ശരി, ഈ കുട്ടികൾക്കൊരു മൾട്ടി സെൻസറി അപ്രോച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ അവർക്ക് അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരൊറ്റ ടോപ്പിക്കാണ് ഈ AV എയ്ഡ്സ് ആൻഡ് ICT അഥവാ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആൻഡ് ICT എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. ഞാൻ പ്രത്യേകം പഠിപ്പിക്കേണ്ട ഒരു കാര്യം പോലും ഇല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് ആണ് തുടങ്ങുന്നത്. ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് ആർ യൂസ് ഇൻ ദ ക്ലാസ് റൂം ടു എൻകറേജ് ലേണിംഗ് ആൻഡ് ദെയർബൈ മേക്ക് ഇറ്റ് ഈസിയർ ആൻഡ് ഇൻട്രസ്റ്റിംഗ്. ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ് റൂമിൽ ലേണിങ്ങിനെ എൻകറേജ് ചെയ്യാനും അതേപോലെ തന്നെ ആ ഒരു ലേണിംഗ് പ്രോസസ്സ് ഈസി ആക്കാനും വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. The materials like charts, models, concrete object, film strip, projector, radio, television, etc. which help a teacher for effective teaching may be called instructional aids. അതായത് ചാർട്ട്, മാപ്പ്, മോഡൽ, അതേപോലെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, ഫിലിം സ്ട്രിപ്സ്, പ്രൊജക്ടർ, റേഡിയോ, ടെലിവിഷൻ, അങ്ങനെ ഒരു ടീച്ചിങ് പ്രോസസ്സ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വരുന്നത് ഈ ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സിലാണ്. ആൽബർട്ട് റൂഡറ്റ് എന്താണ് ഇൻസ്ട്രക്ഷൻ എയ്ഡിനെ പറ്റി പറഞ്ഞേക്കുന്നത് നോക്കാം. ഇറ്റ് ഈസ് ഈസിയർ ടു ബിലീവ് വാട്ട് യു സീ ദാൻ വാട്ട് യു ഹിയർ, ബട്ട് ഇഫ് യു ബോത്ത് സീ ആൻഡ് ഹിയർ ദെൻ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മോർ റെഡിലി ആൻഡ് റിറ്റെയിൻ മോർ ലാസ്റ്റിംഗ്ലി. അതായത് ആൽബർട്ട് റൂഡറ്റിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെക്കാളും കാണുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ വിശ്വസിക്കാൻ കൂടുതൽ താല്പര്യം. അപ്പോൾ കേൾക്കുകയും കാണുകയും കൂടെ ഒരുമിച്ച് ചെയ്താലോ എന്ത് പറ്റും? അത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന, അതായത് മനസ്സിലാക്കാനുള്ളൊരു ചാൻസ് കൂടുതൽ ഈസിയാക്കും. അതേപോലെ നമ്മുടെ മനസ്സിൽ കൂടുതൽ തങ്ങി നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിനെയാണ് ഇൻസ്ട്രക്ഷൻ എയ്ഡ്സിനെ പറ്റി ആൽബർട്ട് ഡ്യൂററ്റ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. അതായത് ടീച്ചിങ് പ്രോസസ്സ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടി, കുട്ടികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ സൂപ്പർ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്തൊക്കെ ഉപയോഗിക്കുന്നോ ആ കാര്യങ്ങളെല്ലാമാണ് ടീച്ചിങ് എയ്ഡ്സ് അഥവാ ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സിൽ വരുന്നത്. നമുക്ക് ഈ എയ്ഡ്സിനെ 3ആയിട്ട് തരംതിരിക്കാം. ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 മെയിൻ കാറ്റഗറി: ഓഡിയോ എയ്ഡ്സ്, വിഷ്വൽ എയ്ഡ്സ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. 3 കാറ്റഗറി ആയിട്ടാണ് നമുക്കിതിനെ തരംതിരിക്കാൻ സാധിക്കുന്നത്. ഓഡിയോ എയ്ഡ്സ് എന്നും, വിഷ്വൽ എയ്ഡ്സ് എന്നും, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്നും. ഓഡിയോ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ സാധിക്കുന്ന, വിഷ്വൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന, ഓഡിയോ വിഷ്വൽ എന്ന് പറഞ്ഞാൽ കാണുകയും കേൾക്കുകയും ചെയ്യാൻ സാധിക്കുന്നത്. അതിന് ഇപ്പോൾ ഓഡിയോ എയ്ഡ്സിൽ വരുന്നത് ടേപ്പ് റെക്കോർഡർ വരുന്നുണ്ട്, റേഡിയോ വരുന്നുണ്ട്, ലിംഗ്വ ഫോണ വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വിഷ്വൽ എയ്ഡ്സിൽ പ്രിൻറ്റഡ് എന്നും നോൺ പ്രിൻറ്റഡ് എന്നും 2ആയിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട്. പ്രിൻറ്റഡിൽ ബുക്സും ന്യൂസ് പേപ്പറും മാഗസിൻസൊക്കെ വരും. നോൺ പ്രിൻറ്റഡിൽ വരുന്നതാണ് ബ്ലാക്ക് ബോർഡ്, പിക്ചേഴ്സ്, ചാർട്ട്സ്, ഫ്ലാഷ് കാർഡ്, മോഡൽ, സ്ലൈഡ് ഷെയർ, പ്രൊജക്ടർ, LCD പ്രൊജക്ടർ, ഫിലിം സ്ട്രിപ്പൊക്കെ. പിന്നെ വരുന്നത് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആണ്. അതിൽ വരുന്നത് മോഷൻ പിക്ചർ, ടെലിവിഷനൊക്കെയാണ് ആ ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്നത്. ഇനി ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ടീച്ചർ മെയ്ഡ് എയ്ഡ്സ്, അതിൽ വരുന്നതാണ് ഫ്ലാഷ് കാർഡ്, പിക്ചേഴ്സ്, ചാർട്ട്സ്, മോഡൽസ്, ബ്ലാക്ക് ബോർഡ്സ്, സ്കെച്ചസ്. അപ്പോൾ ടീച്ചർ മെയ്ഡ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ടീച്ചർ സ്വന്തമായിട്ട് ഓരോ ചാപ്റ്ററിനെ അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ടീച്ചർ സ്വന്തമായിട്ടുണ്ടാക്കുന്ന ടീച്ചിങ് എയ്ഡാണ് ടീച്ചർ മെയ്ഡ് എയ്ഡിൻ്റെ അണ്ടറിൽ വരുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു ക്ലാസ് ബേസ് ചെയ്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ നമുക്കൊരു ഓതറിൻ്റെ പിക്ചർ കാണിക്കണം, നമ്മൾ ആ പിക്ചർ കാണിക്കും, ചിലപ്പോൾ ചാർട്ട് കാണിക്കും, ഇല്ലേ? അങ്ങനെ ആ ഒരു ക്ലാസ്സിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ടീച്ചർ സ്വന്തമായിട്ടുണ്ടാക്കുന്ന എയ്ഡ്. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഫ്ലാഷ് കാർഡ്. ഫ്ലാഷ് കാർഡ് നമുക്കറിയാം, നമ്മൾ ഈ ചാർട്ടൊക്കെ കട്ട് ചെയ്തിട്ട് അതിൽ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി നമ്മൾ കാണിക്കില്ലേ, അതിനെയാണ് ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നത്. Flashcards are also an inexpensive teaching aid. They can be used to teach words,
pronunciation, etc., we can use them as testing devices. ഫ്ലാഷ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ കളർ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ട് അതിൽ ചിലപ്പോൾ ഓതറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും. ചിലപ്പോൾ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യിക്കാനായിട്ട് മാച്ച് ദ ഫോളോയിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇല്ലേ, ടീച്ചിങ് പ്രാക്ടീസിൻ്റെയൊക്കെ സമയത്ത്. ഒരു വലിയ എക്സ്പെൻസ് ഒന്നും ആവാത്ത ഒരു ടീച്ചിങ് എയ്ഡാണ്. ഇതൊരു ടെസ്റ്റിംഗ് ഡിവൈസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, അതേപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ കുട്ടികളെ കൊണ്ട് ഫ്ലാഷ് കാർഡിൽ ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് നോട്ട്ബുക്കിലല്ലാതെ വേറൊരു ഇതിൽ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ആക്റ്റീവായിട്ട് അവർ ചെയ്യുകയും ചെയ്യും. നമുക്കൊരു ടെസ്റ്റിംഗ് ഡിവൈസ്, അവരത് എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളൊരു ടെസ്റ്റിംഗ് ഡിവൈസ് ആയിട്ടും യൂസ് ചെയ്യാം. അതുപോലെ വേർഡ്സും പ്രൊനൗൺസിയേഷനും പഠിപ്പിക്കാനായിട്ട് നമുക്ക് ഈ ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ടീച്ചിങ് എയ്ഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്തത് പിക്ചേഴ്സ്. School children are enthused by pictures. The interest of the children on pictures can very easily be exploited to describe a scene. A series of pictures can narrate a story. Pictures are used to explain the meaning of some difficult words. It can be also used to develop the imagination of the students. പിക്ചേഴ്സ് നമുക്കറിയാലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുകയെന്ന് വെച്ചോ, അപ്പോൾ ആ ചാപ്റ്ററിനെ പറ്റി ഒന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റോറി ആണെങ്കിൽ ആ സ്റ്റോറിയുടെ ഓരോ സീൻസും നമുക്ക് പല പിക്ചേഴ്സായിട്ട് കാണിച്ചിട്ട് അവരോടത് ഒന്ന് ജോയിൻ ചെയ്തിട്ട് സ്റ്റോറി ആക്കാൻ പറയാം. കുട്ടികൾക്ക് ഈ പിക്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളോട് കൂടുതൽ താല്പര്യം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ അതിൽ നിന്ന് സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനും എല്ലാം അവർക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ തന്നെയായിരിക്കും. അവരുടെ ഒരു ഇമാജിനേഷൻ അത് ഡെവലപ്പ് ചെയ്യുകയാണ് ഈ പിക്ചേഴ്സിലൂടെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ പല പിക്ചേഴ്സും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ റെയിൽവേ ക്യാരേജ് ആണെങ്കിൽ റെയിൽവേ ക്യാരേജ് എന്താണെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിക്ചേഴ്സ് വഴി കാണിക്കില്ല, അത്രേ ഉള്ളൂ. അടുത്തത് ചാർട്ട്സ്. Chart is the easiest and cost-effective teaching aid. It can be used to teach all the 4 skills. It can be time-saving teaching aid for teaching structures by substitution tables. Moreover, it can be used for at least for a few years. It also used to minimal pair drill. ചാർട്ട്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം പറഞ്ഞു തരേണ്ട ഒരു കാര്യമേ ഇല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ടീച്ചിങ് എയ്ഡ് ചാർട്ട്സ് ആയിരിക്കും. അതിപ്പോൾ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്താണെങ്കിലും അല്ലാത്തപ്പോഴത്തേക്കാണെങ്കിലും. അതൊരു ഈസിയസ്റ്റ് അതേപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടീച്ചിങ് എയ്ഡാണ്. ഇത് നമ്മുടെ 4 സ്കില്ലും, അതായത് LSRW, ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, ഈ 4 സ്കില്ലും പ്രൊമോട്ട് ചെയ്യാനായിട്ട് ചാർട്ട് സഹായിക്കുക. അത് എങ്ങനെയാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ, നമുക്കറിയാം. അതേപോലെ ഒരു ടൈം സേവിങ് ടീച്ചിങ് എയ്ഡാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ടേബിൾസും അതുപോലെ ടേബിൾസും സ്ട്രക്ചേഴ്സൊക്കെ കാണിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. അതുപോലെ ഇത് ഇപ്പോൾ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്താൽ അത് നമുക്കൊരു ഫ്യൂ ഇയേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ആ ഒരു ലെസൺ, ആ ഒരു ചാപ്റ്റർ നമ്മൾ എത്ര നാൾ പഠിപ്പിക്കുന്നുണ്ടോ, അത് എത്ര നാൾ നമ്മുടെ സിലബസിലുണ്ടോ അത്രയും നാൾ നമുക്ക് ആ ചാർട്ട്സ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ യൂസ്ഫുൾ ടു എ മിനിമൽ പെയർ ഡ്രിൽ. ദെൻ മെക്കാനിക്സ് ഓഫ് റൈറ്റിംഗ് ഓൾസോ ക്യാൻ ബി ടോട്ട് ബൈ ഡ്രോയിങ് ദ സ്റ്റോക്ക്. Vocabulary, pronunciation and main points of the lesson also can be taught through charts. Charts promote the photographic memory of the students. അപ്പോൾ ഒരു മെക്കാനിക്സ് ഓഫ് റൈറ്റിംഗ് ആണ് ഇതിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഒരു ഡ്രോയിങ് സ്കില്ലൊക്കെയാണ് ഇതിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതേപോലെ വൊക്കാബുലറി, പ്രൊനൗൺസിയേഷൻ, മെയിൻ പോയിൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ചാർട്ടിലൂടെ പഠിപ്പിക്കാൻ സാധിക്കും. അതേപോലെ കുട്ടികളൊരു ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ് ഇവിടെ ചാർട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ചാർട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ഇല്ലേ. അതായത് ഒരു ചാർട്ട് നമ്മൾ ബോർഡിൽ ഫ്രണ്ടിൽ ഇട്ട് കാണിക്കുമ്പോൾ ബാക്കിലിരിക്കുന്ന കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് കാണാവുന്ന രീതിയിൽ വേണം നമ്മളൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അടുത്തത് മോഡൽസ് ആണ്. മോഡൽസ് ഓൾസോ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ടീച്ചിങ് ഇംഗ്ലീഷ്. വെൻ വി ഡു നോട്ട് ഹാവ് ദ റിയൽ ഒബ്ജക്റ്റ്, മോഡൽസ് വിൽ കം ഇൻ ഹാൻഡി. Some real objects like sheep, Indian Parliament, etc. cannot be brought to the classroom. In that case, models will be much useful. മോഡൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്നു, ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പാർലമെൻറ്റിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വേൾഡിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള കുറേ ഇപ്പോൾ സോഷ്യൽ സ്റ്റഡീസിലാണെങ്കിൽ ഗ്ലോബിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചോ. മാത്തമാറ്റിക്സിലാണെങ്കിൽ 3 ഡയമെൻഷനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് നേരിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അതേസമയം അതേപോലെ ഇരിക്കുന്ന അതിൻ്റെ ചെറിയൊരു മോഡൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് റിയൽ ഒബ്ജക്റ്റിനെ പോലെ തന്നെ ഇരിക്കുന്ന അതേപോലെ തന്നെ സെയിം സംഭവമാണ് മോഡൽസ് എന്ന് പറയുന്നത്. അത് കുട്ടികളിൽ ഒരു നല്ല ഒരു ലേണിംഗ് ടീച്ചിങ് പ്രോസസ്സ് അവിടെ നടക്കും. അടുത്ത ബ്ലാക്ക് ബോർഡ്. എ ബ്ലാക്ക് ബോർഡ് ഈസ് ആൻ ഈസിയസ്റ്റ് അവൈലബിൾ ഡിപ്പെൻഡ് വിഷ്വൽ ആർട്ട്. ദിസ് ക്യാൻ ഇംപ്രൂവ് ദ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ദ സ്റ്റുഡൻസ്. There are many advantages of blackboard. Some teachers are totally crippled without a blackboard. ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ
പ്രത്യേകിച്ച് നമ്മൾ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് അതേപോലെ മാത്സ് ടീച്ചേഴ്സിനൊക്കെ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സാധനമാണ് ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്. ഒരു ഡിപ്പെൻഡബിൾ വിഷ്വൽ എയ്ഡാണ് ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്. ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യുക മാത്രമല്ല, ബ്ലാക്ക് ബോർഡിൻ്റെ സ്പെഷ്യാലിറ്റി നമ്മൾ എടുക്കുന്ന ഓരോ ടോപ്പിക്കും നമുക്ക് പോയിന്റ് വൈസ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു നോട്ട്സ് പറയുന്ന സമയത്ത് അവർക്ക് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റില്ലെങ്കിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതിയിടാം. മിക്ക ടീച്ചേഴ്സിനും ഓൾമോസ്റ്റ് 99% ടീച്ചേഴ്സിനും ബ്ലാക്ക് ബോർഡ് ഇല്ലെങ്കിൽ ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അതൊരു ടീച്ചിങ് എയ്ഡാണ്. അടുത്തത് പ്രിൻറ്റഡ് വിഷ്വൽസ്. Printed visuals like book, newspapers and magazines are vital in promoting self-learning. These printed visuals have all ingredients to take for teaching of English. So teachers have to encourage the students to rely more of the printed visuals for learning English. പ്രിൻ്റൽ വിഷ്വൽസ് എന്ന് പറയുകയാണെങ്കിൽ ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, നോട്ട് ബുക്സ്, ടെക്സ്റ്റ് ബുക്സ്, അതൊക്കെ ഒരു പ്രിൻ്റഡ് വിഷ്വൽസിൽ വരുന്ന കാര്യങ്ങളാണ്. അതായത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ടീച്ചിങ്ങിൽ ഏറ്റവും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് റീഡിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിന് ആ റീഡിങ്ങിനെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ പ്രിൻ്റൽ വിഷ്വൽസ് എന്ന് പറയുന്നത്. കുട്ടികളുടെ റീഡിങ് ഒരു എൻകറേജ് ചെയ്യേണ്ട ഒരു ടീച്ചറിന് ഒരു ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ടീച്ചറിൻ്റെ കടമയല്ലേ. അപ്പോൾ ആ വരുന്ന ഇപ്പോൾ നോവൽസ് ആവാം, ഡ്രാമയാവാം, അതേപോലെ പോയംസ് ആവാം, അതൊക്കെ പ്രിൻ്റ് ചെയ്ത് വരുന്ന ഈ ബുക്സ് ഇല്ലേ, അതൊക്കെയാണ് ഈ ഒരു പ്രിൻ്റഡ് വിഷ്വൽസിൻ്റെ ഒരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ സാധിക്കുന്നത്. അത് ഒരു സെൽഫ് ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു എയ്ഡാണ്, ടീച്ചിങ് എയ്ഡാണ്. അടുത്തത് ഇലക്ട്രോണിക് എയ്ഡ്സ് ആണ്. ഇലക്ട്രോണിക് എയ്ഡ്സിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, ത്രൂ ഇലക്ട്രോണിക്സ്, അതായത് ഇപ്പോൾ നമ്മുടെ ടേപ്പ് റെക്കോർഡർ ആവാം, TV ആകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ഇലക്ട്രോണിക്സിലൂടെയല്ലേ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടല്ലേ, അതൊക്കെയാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഓവർ ഹെഡ് പ്രൊജക്ടർ, ടേപ്പ് റെക്കോർഡർ, ലിംഗ്വാഫോൺ റെക്കോർഡർ, റേഡിയോ, ടെലിവിഷൻ, ഇതെല്ലാം ഇലക്ട്രോണിക് എയ്ഡ് എന്ന് പറയുന്ന അതിൻ്റെ കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്നതാണ്. നമുക്കിനി ഓരോ ഈ ഇലക്ട്രോണിക് എയ്ഡും എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ലൈഡ്സ് ആൻഡ് സ്ലൈഡ്സ് ഷെയർ പ്രൊജക്ടർ. ആൻഡ് slides are a bit expensive as they require a projector. The teacher can make his own slide with camera. Vocabulary can be taught through slide projector and students can be asked to frame their own sentence with the word learned. അതായത് സ്ലൈഡ് അല്ലെങ്കിൽ സ്ലൈഡ് പ്രൊജക്ടർ എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം പ്രൊജക്ടർ വേണമല്ലോ, അതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് നമുക്ക് പറയാം. നമുക്ക് ടീച്ചേഴ്സിന് നമുക്ക് ആ ഒരു പഠിപ്പിക്കാൻ വേണ്ട സ്ലൈഡ് എന്താണോ അത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. വൊക്കാബുലറി നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. വൊക്കാബുലറി മാത്രമല്ല, നമുക്ക് സ്ലൈഡിലൂടെ എന്തൊക്കെ പഠിപ്പിക്കാം, ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിപ്പിക്കാം. നമുക്ക് പഠിപ്പിക്കുന്നതും ഈസിയാണ്, അവർക്ക് പഠിക്കുന്നതും കുറച്ചുകൂടെ അട്രാക്റ്റീവും ഈസി ആയിട്ട് പഠിക്കാനും പറ്റും. കാരണം നമുക്കിപ്പോൾ ഒരു ഓഥറിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു പോയം വേണമെങ്കിൽ പോയം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് സ്ലൈഡിലൂടെ പ്രിപ്പയർ ചെയ്ത് കാണിക്കാം. അപ്പോൾ അവർക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്കൊന്നും ഇല്ലാതെ എഴുതിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്ന ഈ ഒരു പവർ പോയിൻറ്റിൻ്റെ ആ ഒരു സ്ലൈഡ്, അതിനെയാണ് സ്ലൈഡ് എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, വൊക്കാബുലറി നമുക്ക് കാണിച്ചിട്ട് വേണമെങ്കിൽ അവരെ കൊണ്ട് സെൻറ്റൻസൊക്കെ ഫ്രെയിം ചെയ്യാൻ പറയാം. അങ്ങനെ സ്ലൈഡും സ്ലൈഡ് പ്രൊജക്ടറും നമുക്ക് ഒത്തിരി ഒരു പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ടീച്ചിങ്ങിൽ നമുക്ക് ഒരു നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടീച്ചിങ് എയ്ഡാണ് സ്ലൈഡ് എന്ന് പറയുന്നത്. അടുത്തത് ഫിലിം സ്ട്രിപ്സ്. ഫിലിം സ്ട്രിപ്സ് ആർ വെരി യൂസ്ഫുൾ ഇൻ മെനി റെസ്പെക്ട്സ്. A sequence of story can be projected through film strip. They are used on a slide projector or a film strip projector. Film strip എന്താണെന്ന് അറിയാമല്ലോ. നമുക്ക് ഫിലിം സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഓരോ സ്ട്രിപ്പായിട്ട് ഒരു സ്റ്റോറി സീക്വൻസ് ആയിരിക്കും. അത് ഓടിച്ചൊരു സ്റ്റോറി പോലെ നമുക്ക് കാണിക്കാൻ പറ്റും. ആൻഡ് ഇത് ഒരു സ്ലൈഡ് പ്രൊജക്ടറിൽ അല്ലെങ്കിൽ ഒരു ഫിലിം സ്ട്രിപ്പ് പ്രൊജക്ടറിലൂടെയാണ് നമ്മൾ കാണിക്കേണ്ടത്. അതും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. കുട്ടികളുടെ മൈൻഡിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് ഇങ്ങനെ ഒരു പിക്ചർ മോഡലിൽ വരുമ്പോഴത്തേക്ക് അത് കൂടുതൽ എഫക്റ്റീവായിട്ട് ഇങ്ങനെ തങ്ങി നിൽക്കും ഇല്ലേ. ടേപ്പ് റെക്കോർഡർ. Tape records are very useful in training the ear. Ear training is very important for developing listening skill. Listening skill is the most important language skill which can pave way to the acquisition of other language skills. Tapes are available for good pronunciation, prose reading, poem recitation, stress, intonation, etc. It's fine if the teacher is confident of creating his own tape recorder, tape script which can suit his students. Tape recorder is useful for self-examination, self-criticism and self-education. ഇപ്പോൾ ടേപ്പ് റെക്കോർഡർ എന്ന് പറയുന്നത് അതൊരു ട്രെയിനിങ് ഓഫ് ഇയറിൽ വരുന്നൊരു സംഭവമാണ് ടേപ്പ് റെക്കോർഡർ എന്ന് പറയുന്നത്. അതായത് ഇയർ ട്രെയിനിങ്ങിൽ ഒരു ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പല ആൾക്കാരുടെ വോയിസ് കേട്ടിട്ട് കേൾപ്പിച്ചിട്ട് ഇത് ആരുടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. ഇപ്പോൾ നമ്മുടെ
ഒരു ഫിലിമിലുണ്ടല്ലോ, ഏത് ഫിലിമായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. ഇപ്പോൾ അതിൽ ലാലും ശ്വേതാ മേനോനുമാണ്. ശ്വേതാ മേനോൻ അതിലൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് അതിൽ ലാൽ ഇങ്ങനെ കുറച്ച് വോയിസ് കേൾപ്പിച്ചിട്ട് ഇത് ആരുടെയാണെന്നൊക്കെ ചോദിക്കില്ലേ. അപ്പോൾ ആ ഒരു വോയിസ് റെക്കഗ്നൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ടേപ്പ് റെക്കോർഡർ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ സ്വന്തം സൗണ്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യും. ഇപ്പോൾ കുട്ടികളുടെ ഒരു പ്രൊനൗൺസിയേഷൻ, ഇൻറ്റോനേഷൻ, സ്ട്രെസ്സ് അതൊക്കെ പഠിപ്പിക്കാനായിട്ട് ടേപ്പ് റെക്കോർഡറാണ് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് വരുന്നത് അല്ലേ. ഇപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും പ്രൊനൗൺസിയേഷനും സ്ട്രെസ്സും ഒക്കെ കറക്റ്റായിട്ട് വരണമെന്നില്ല. എല്ലാവർക്കും അതേപോലെ ഒരു പോയം റിസൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് റിസൈറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ ആ ഒരു ഡ്രോബാക്ക് അത് അനുഭവിക്കാതെ കറക്റ്റായിട്ടുള്ള ഒരെണ്ണം നമുക്ക് കുട്ടികളെ കേൾപ്പിക്കാൻ സാധിക്കും. അത് കുട്ടികളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യും. അതിപ്പോൾ പ്രൊനൗൺസിയേഷൻ ആയിക്കോട്ടെ, പ്രോസ് റീഡിങ് ആയിക്കോട്ടെ, പോയം റെസിറ്റേഷൻ, ഇൻറ്റോനേഷൻ, സ്ട്രെസ്, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു ടേപ്പ് റെക്കോർഡർ യൂസ് ചെയ്യാം. അതൊരു സെൽഫ് എക്സാമിനേഷനും സെൽഫ് ക്രിറ്റിസിസത്തിനും സെൽഫ് എഡ്യൂക്കേഷനും സഹായിക്കും. കുട്ടികൾക്ക് തന്നെയാണെങ്കിലും റെക്കോർഡ് ചെയ്തിട്ട് അത് കേൾക്കുമ്പോൾ അവരുടെ ഡ്രോബാക്ക് എന്താണ് എന്നുള്ളത് അവർക്ക് പ്രത്യേകം മനസ്സിലാവും. അങ്ങനെ അപ്പോൾ കുട്ടികളുടെ ഒരു സെൽഫ് റിയലൈസേഷന് ഈ ടേപ്പ് റെക്കോർഡർ ഹെൽപ്പ് ചെയ്യും. Linguaphone is of a great advantage in the classroom situation. There are records available on speeches of great personalities. This will enable to students to become good speakers of English. The new concept of language library is strengthened by Linguaphone. ഞാൻ നേരത്തെ പറഞ്ഞ ടേപ്പ് റെക്കോർഡറിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് നമുക്ക് സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുന്നതാണ് ടേപ്പ് റെക്കോർഡർ വരുന്നത്. മറ്റൊരാളുടെ വോയിസ് കേൾപ്പിക്കുന്നത് ലിംഗ്വാഫോൺ ആണ് കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് വന്നതാണ്, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. ടേപ്പ് റെക്കോർഡർ നമ്മൾ തനിയെ വോയിസ് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുന്നതാണ്. ലിംഗ്വാഫോൺ മറ്റുള്ളവരുടെ സ്പീച്ചസ് അതൊക്കെ കേൾപ്പിക്കുന്നത്, ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിൻ്റെയൊക്കെ സ്പീച്ചസൊക്കെ കേൾപ്പിക്കുന്നത് ലിംഗ്വാഫോൺ വഴിയാണ്. ഒരു ലാംഗ്വേജ് ലബോറട്ടറി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിനെ സ്ട്രെങ്തൻ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ലിംഗ്വാഫോൺ എന്ന് പറയുന്നത്. ഒരു നല്ലൊരു സ്റ്റുഡൻസിനെ ഒരു ഗുഡ് സ്പീക്കറായിട്ട് കൊണ്ടുവരാനായിട്ട് ലിംഗ്വാഫോൺ ഹെൽപ്പ് ചെയ്യും. മറ്റുള്ള ആൾക്കാരുടെ സ്പീച്ചസൊക്കെ കേൾപ്പിക്കുന്ന വഴി എങ്ങനെയാണ് സ്പീച്ച് ആവേണ്ടത്, ഇത് ആരുടെയാണ് എന്നൊക്കെ റെക്കഗ്നൈസ് ചെയ്യാനും എല്ലാത്തിനും ലിംഗ്വാഫോൺ ഹെൽപ്പ് ചെയ്യും. അടുത്തത് റേഡിയോ. Radio helps improving the pronunciation of the students. Lectures, talks and addresses of important personalities can be heard on AIR. Radio is one of the important teaching aid. ഇപ്പോൾ റേഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊനൗൺസിയേഷൻ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടീച്ചിങ് എയ്ഡാണ്. AIR എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ റേഡിയോ എന്നാണ് കേട്ടോ. ഒത്തിരി ആൾക്കാരുടെ ലെക്ചേഴ്സും ടോക്സും അഡ്രസ്സസും ഒക്കെ AIR വഴി കുട്ടികൾക്ക് കേൾക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടീച്ചിങ് എയ്ഡുമാണ് റേഡിയോ എന്ന് പറയുന്നത്. ഫ്രെഡറിക് വിറ്റ് സീസ്, I like to think of education by radio as the timely, vital, dramatic thing, a system of learning or acquiring more information, means of widening one's horizon on enriching one's life and breaking down prejudice through inspiration and perception, and education by desire and not by discipline, a pattern or swiftly changing pictures, events. ഇത് റേഡിയോനെ പറ്റി ഫെഡറിക് വിറ്റ്സ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ റേഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയോ തന്നെ, അതിൽ ഒത്തിരി എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഇല്ലേ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ടെലിവിഷൻ. ടെലിവിഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു COVID-19 കാലഘട്ടത്തിൽ കുട്ടികൾ പഠിക്കാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തേക്കുന്ന ഒരു മാർഗ്ഗമാണ് ടെലിവിഷൻ അല്ലേ. നമ്മുടെ വിക്ടേഴ്സ് ചാനലിലൂടെയൊക്കെ ആയിരുന്നു ക്ലാസ്. അപ്പോൾ തന്നെ അറിയാം ടെലിവിഷൻ എന്ന് പറയുന്നത് കുട്ടികളെ എന്തുമാത്രം ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത്. We have to trying to find out ways through which our children will understand difficult tasks very easily. When we are successful in using radio and tape recorder for the educational purpose, they are not able to hold the audience to a required level. Students have to pay attention to gain knowledge from radio and tape recorder. The blessing that we got to eliminate this problem is television. Teaching through television make the learners attracted towards the content of learning. അതായത് നമ്മളെപ്പോഴും കുട്ടികൾക്ക് ഒരു ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ചുകൂടെ ഈസി ആയിട്ട്, അവരുടെ ഡിഫിക്കൽട്ടീസൊക്കെ മാറി ഈസി ആയിട്ട് നോക്കാനല്ലേ നോക്കുന്നത്. അപ്പോൾ ടേപ്പ് റെക്കോർഡറും റേഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഓഡിയോ എയ്ഡ് മാത്രമാകുമ്പോൾ അവർക്ക് അത്രയും അറ്റൻഷൻ കിട്ടത്തില്ല. അങ്ങനെ അവരുടെ ഫുൾ കോൺസെൻട്രേഷനും അറ്റൻഷനും കിട്ടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഡിറൈവ് ചെയ്ത് വന്ന ഒരു സാധനമാണ് ഈ ടെലിവിഷൻ എന്ന് പറയുന്നത്. അത് കൂടുതൽ ആ കണ്ടന്റിനോട് കൂടുതൽ കുട്ടികൾ അട്രാക്റ്റഡ് ആയിട്ടിരിക്കും ഈ ടെലിവിഷനിലൂടെ. There are many subject-oriented CDs available in the market with quite interesting way of presenting the content. The work of the teacher is made very easy and hardship to the students students have to put off understanding is kept aside with teaching through television. Recent trend of
putting the Ramayana and Mahabharata, the Bible, Jatka Tale and other stories through Cartoon Network had made our children be aware of culture and rich religious background of India. So the benefit of teaching through television should be capitalized by the teachers in imparting teaching items to the pupil. അതായത് നമുക്ക് ഒത്തിരി സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള CDs കാര്യങ്ങളും ഒക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് കാണുന്നത് അത് നമുക്ക് ടി വിയിലൂടെ കാണിക്കുന്ന വഴി അവർക്കൊരു വിഷ്വൽ ഇമ്പാക്റ്റ് കൂടെ കിട്ടും. അവർ കൂടുതൽ കണ്ടിരിക്കും. അത് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും അവരുടെ ആ ഒരു ഹാർഡ്ഷിപ്പ് കുറച്ച് അവരെ അതിലേക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് മാറ്റും. അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നൊരു കാര്യവും കുട്ടികളിൽ കൂടും. പിന്നെ പറയുന്നത് രാമായണ, മഹാഭാരത, ബൈബിൾ, അതേപോലെ തന്നെ ഒത്തിരി ഒരു നമ്മുടെ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ റിലീജിയസ് നമ്മുടെ കൾച്ചർ ഒക്കെ കാണിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ടി വിയിൽ വരുന്നുണ്ട്. രാമായണ, മഹാഭാരത ഒക്കെ വരുന്നുണ്ടല്ലോ, ഒരു സീരിയൽസ് പോലെ അല്ലെങ്കിൽ ഒരു അതന്നെ ഒരു സീരീസ് പോലെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികളിലെ ഒരു കൾച്ചർ ഡെവലപ്മെൻറ്റിനും റിലീജിയസ് ഡെവലപ്മെൻറ്റിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ടെലിവിഷനിലൂടെ കുട്ടികൾ ഇത് പഠിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അവരുടെ മനസ്സിൽ നമുക്കറിയാലോ ഒരു വിഷ്വൽ എയ്ഡ്, ഓഡിയോ വിഷ്വൽ എയ്ഡാണ്. മറ്റേ ടേപ്പ് റെക്കോർഡർ അല്ലെങ്കിൽ ലിംഗ്വ ഫോൺ എന്നൊക്കെ പറയുന്നത് വെറും ഒരു ഓഡിയോ എയ്ഡ് മാത്രമായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാ കുട്ടികളെയും പിടിച്ചിരുത്താൻ സാധിക്കില്ല അതിൽ. പക്ഷേ ഇതൊരു ഓഡിയോ വിഷ്വൽ എയ്ഡ് ആകുമ്പോൾ കുട്ടികളെല്ലാം അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരുന്ന് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് അവർ ഒബ്സർവ് ചെയ്ത് അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പോലെ പഠിക്കും. When teacher use educational television program during classes, the relationship between them and the students have desirable changes. Usually, the status quo of classroom is the teacher impart knowledge while students absorb the information. Educational programs change the status quo by, in a way, making the educator and children peer who can share and discuss the viewing experience. അപ്പോൾ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഒക്കെ ടി വിയിൽ വരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ക്ലാസ്സിൽ കാണിക്കുന്ന വഴിയിട്ട് ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് അവിടെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. അതേപോലെ തന്നെ സാധാരണ ഒരു ക്ലാസ് റൂം പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, ടീച്ചറിൻ്റെ ഒരു നോളജ്, ടീച്ചറിൻ്റെ അറിവുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു, കുട്ടികൾക്ക് അത് അബ്സോർവ് ചെയ്യുന്നു ആ രീതിയിൽ. പക്ഷേ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ആകുമ്പോഴത്തേക്ക് അവർക്കൊരു സ്റ്റുഡൻസ് തമ്മിൽ ഒരു ഡിസ്കഷൻ നടക്കും ഇത് കണ്ടതിന് ശേഷം. അപ്പോൾ അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് അവർക്ക് മനസ്സിലായൊക്കെ അവർ ഷെയർ ചെയ്യുകയും അങ്ങനെ ഒത്തിരി നല്ല രീതിയിൽ അവർ ഈ ഒരു ഓഡിയോ വിഷ്വൽ എയ്ഡ് ആയിട്ടുള്ള ഈ ഒരു ടെലിവിഷനെ അവർ യൂസ് ചെയ്യും. Teachers can take advantages of this shift in role by encouraging small group discussion after watching the show. Educators can set specific goal or activities for students in these small groups which allow them to explore their own questions and share their ideas on the given topic with their classmates. The instructor can then ask one member of the small group to share their team insight what the rest of the class strengthen and absorb the knowledge. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികൾ കൂടുതൽ അബ്സർവ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ക്ലാസ്സിനെ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം, ചെറിയ പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് അവരോട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ ഒരാളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ അവർ തരുന്നത് വഴിയിട്ട് ക്ലാസ്സിലുള്ള മറ്റ് കുട്ടികൾക്കും ഇവർ അതിൽ നിന്ന് മനസ്സിലാക്കിയ ആ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ആ ഒരു കണ്ടൻറ്റിൻ്റെ സ്ട്രെങ്തൻ കൂട്ടും. അതായത് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോൾ ഇവർക്ക് മനസ്സിലായ കാര്യമായിരിക്കില്ല മറ്റുള്ളവർക്ക് മനസ്സിലായത്. അപ്പോൾ പരസ്പരം ഷെയർ ചെയ്യുന്നത് വഴി അതിൻ്റെ എല്ലാ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള അവർക്ക് കൂടുതൽ സ്ട്രെങ്തൻ കിട്ടും അവരുടെ ടോപ്പിക്കിനെ പറ്റി. അടുത്തതെന്ന് പറഞ്ഞാൽ ICT ആണ്. ICTയുടെ ഫുൾ ഫോം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നാണ് ICTയുടെ ഫുൾ ഫോം. ICT യൂസ് ചെയ്ത് നമ്മൾ ക്ലാസ് എടുക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിലായിക്കോട്ടെ, CBSE, ICSE അങ്ങനെ ഏത് സ്കൂളിലായാലും ലോവർ ക്ലാസ്സസ് മുതൽ തന്നെ ICT എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് കമ്പ്യൂട്ടർ ബേസ് ചെയ്ത് കാണിക്കുക, നമ്മൾ സ്മാർട്ട് ക്ലാസ് റൂം എന്നൊക്കെ പറയില്ല, അത് തന്നെ. അതിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞേക്കുന്ന കുറച്ച് ഡെഫിനിഷൻസ് നമുക്ക് ആദ്യമേ നോക്കാം. എ ന്യൂ ഏജ് ഡിമാൻഡ്സ് എ ന്യൂ പാരാഡിഗ്. ഇത് വാൾട്ടർ മാഗ്നീസർ പറഞ്ഞാണ്. With the help of the technology, teachers will be leader in the transformation of education around the world. ഇത് ക്രാഗ് ആർ ബാരറ്റ് പറഞ്ഞിട്ടുള്ളതാണ്. ICT മീൻസ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ICT എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നാണ് ICTയുടെ ഫുൾ ഫോം വരുന്നത്. അക്കോർഡിംഗ് ടു കെൻറ്റ്, ICT in education point of view refers to information and communication technologies such as computers, communication facilities and features that variously support teaching, learning and a range of activities in education. അതായത് കെൻറ്റിൻ്റെ അഭിപ്രായത്തിൽ
എഡ്യൂക്കേഷനിൽ ITC യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതൊരു ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആണല്ലോ. അത് കമ്പ്യൂട്ടേഴ്സും അതേപോലെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും അതേപോലെ വേറെ ഒത്തിരി വേരിയസ് സപ്പോർട്ടിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റേഞ്ചസ് ആക്ടിവിറ്റീസ് ഇൻ എഡ്യൂക്കേഷൻ. അതായത് എഡ്യൂക്കേഷനിൽ ഒത്തിരി ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനും ഒക്കെ ICT ഹെൽപ്പ് ചെയ്യും ഇല്ലേ. ICT എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാവുന്നതാണ്, നമ്മളുടെ ടീച്ചിങ് എന്ന് പറയുന്ന കാര്യവും അതേപോലെ ലേണിംഗ് എന്ന് പറയുന്ന കാര്യവും കൂടുതൽ എഫക്റ്റീവ് ആക്കും, കൂടുതൽ ആക്യുറേറ്റും ആക്കുന്ന ഒരു കാര്യമാണ് ഈ ICT എന്ന് പറയുന്നത്. Because of its interactive and dynamic nature of ITC has the stamina to meet the need of the individual student by providing opportunities to direct their learning and to pursue information. With the usage of ICT, students can learn any subject, especially English with ease. അതായത് ഇതിൻ്റെ ഒരു ഡൈനാമിക് നേച്ചർ ഉണ്ടല്ലോ, ഒരു ഇൻട്രാക്റ്റീവ് ഡൈനാമിക് നേച്ചർ സ്റ്റുഡൻസിനെ കൂടുതൽ പഠിക്കാനായിട്ടും അതേപോലെ കൂടുതൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാനും അതേപോലെ കൂടുതൽ എഫക്റ്റീവ് ഒരു ലേണിംഗ് പ്രോസസ്സ് നടക്കാനും ഈ ICT ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇംഗ്ലീഷ് ടീച്ചിങ്ങിൽ ICT ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The use of ICT has become essential in everyday classroom teaching and learning. It give a chance to teacher as well as students to increase the quality of education to meet the requirements set by Cowell knowledge and society. ഇന്നത്തെ ഒരു ക്ലാസ് റൂമിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ICT എന്ന് പറയുന്നത്. അത് കുട്ടികളിൽ കൂടുതൽ നോളജ് പകരുന്നതിനും ടീച്ചറിൻ്റെ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ICT എന്ന് പറയുന്നത്. With the use of ICT, there is two-way exchange of knowledge between home and school or college. The teacher abides the key to the success use of ICT of learning. The internet and different computer applications such as computer assist language learning, CALL, software, CD-ROMs and office software application have become commonplace in many teaching and learning environments. The computer can act as a stimulus which generate analysis, discussion and writing. ഇപ്പോൾ ICT എന്ന് പറയുന്നൊരു two-way exchange ഓഫ് നോളജ് ആയിട്ട് മാറുകയാണ്. വീടും അതേപോലെ തന്നെ ഒരു സ്കൂൾ കോളേജ് അങ്ങനെ ഒരു two-way exchange ഓഫ് നോളജായി മാറുകയാണ്. അതേപോലെ തന്നെ ഒരു സക്സസ്ഫുൾ ലേണിംഗ് പ്രോസസ്സ് നടക്കണമെങ്കിൽ ഇപ്പോൾ ICT ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യമായിട്ട് വരുവാണ്. അതായത് കമ്പ്യൂട്ടർ അസൈൻഡ് ലാംഗ്വേജ് CALL അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ CD-ROMs ഓഫീസ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു എൻവയോൺമെൻറ്റിലാണ് ഇത് നടക്കുന്നത്. അതേപോലെ തന്നെ ഒരു കുട്ടികളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിക്കുകയാണ്. ഇതിന് നെഗറ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി കുട്ടികളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിക്കുകയാണ് ഇവിടെ ICT വഴി നടക്കുന്നത് അല്ലേ. അതേപോലെ അവരുടെ ഒരു ലേണിംഗ് അതേപോലെ നമ്മുടെ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെയും കൂടുതൽ എഫക്റ്റീവായിട്ട് ഇവിടെ ICT മാറ്റുന്നുണ്ട്. അടുത്തത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലാംഗ്വേജ് ലേണിംഗ് CALL എന്താണെന്ന് നോക്കാം. CALL is a broad and ever changing discipline that defines CALL and as any process in which a learner use a computer as a result improve his or her language and it's cover a wide range of current practice in the field. അതായത് ഒരു ലാംഗ്വേജ് ലേണിങ്ങിനെ കമ്പ്യൂട്ടർ അസെറ്റ് ചെയ്യുന്നൊരു കാര്യമാണിത്. ഒരു ബ്രോഡായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. എങ്ങനെയെങ്കിലും നമ്മുടെ ലാംഗ്വേജിനെ ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മളുടെ ഈ ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് ആ ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നത്. അതായത് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇൻ്റർനെറ്റാണ്. ഇൻ്റർനെറ്റിനെ പറ്റി ഞാൻ പ്രത്യേകം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. നമ്മുടെ ലോകം ഭരിക്കുന്നത് ഇപ്പോൾ ഇൻ്റർനെറ്റാണെന്ന് പറയാം. ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും നടക്കില്ലാത്ത അവസ്ഥയാണ്. ഈവൻ എഡ്യൂക്കേഷൻ പോലും ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ ഇല്ലാതെ ആയി പോകുന്നൊരു അവസ്ഥയിലായിട്ടാണ് പോകുന്നത്. The internet offers the best way to learn language other than immersion in an English speaking milieu. Internet users may return to sites frequently or use internet for interaction to share their information and ideas. Digital technology is rapidly used by pupils and teachers not only in the classroom but also in the personal life. നമുക്കിപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടാത്ത കാര്യങ്ങൾ എന്താ ഉള്ളത്? ഇപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നത് കൂടി ഇൻ്റർനെറ്റിലൂടെയാണ് അല്ലേ. അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. നമുക്ക് ആ ഡൗട്ടുള്ള എന്ത് കാര്യമാണോ അത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ കാര്യം നമ്മുടെ മുമ്പിൽ എത്തുകയാണ്. അപ്പോൾ അതേപോലെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യാം. ഒരു ഡിജിറ്റൽ ടെക്നോളജിയുടെ അതിപ്രസരമാണ് നടക്കുന്നത് നമ്മുടെ ക്ലാസ് റൂമിൽ മാത്രമല്ല പേഴ്സണൽ ലൈഫിൽ കൂടെ. ഇൻ്റർനെറ്റിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു തരാതെ തന്നെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇൻ്റർനെറ്റിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ അറിയാം ഇല്ലേ. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ICT ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ടീച്ചിങ് ആണ്. The use of ICT has a positive effect on foreign language teaching learning as follows. അത് നമുക്കറിയാം ഇംഗ്ലീഷിന് ഈ ICT എന്ന് പറയുന്ന കാര്യം ഒത്തിരി അഡ്വാൻറ്റേജസ് തരുന്നുണ്ട്.
We can get the required information within a fraction of second. Learners become more innovative with the help of e-learning. അതായത് നമുക്കൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡാണ്, ഒരു സെക്കൻഡ് പോലും തികച്ചെടുക്കില്ല ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടാനായിട്ട്. അതേപോലെ തന്നെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടൊരു ലേണിംഗ് ആണ് ഈ ഒരു ലേണിംഗ് വഴി നടക്കുന്നത്. ഇലക്ട്രോണിക് ലേണിംഗ് എന്നാണ് ഈ ലേണിങ്ങിൻ്റെ ഫുൾ. അപ്പോൾ ഈ ഇലക്ട്രോണിക് ലേണിംഗ് വഴി ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് തന്നെ. ICT provide the information to the students which will be useful for them to compete with this competitive world. English lesson, the incorporated multimedia application can exert powerful motivation and provide broad student with exciting new way to learn. ICT can make students and teachers to work with current and authentic source. ICT, the learners interaction, verbalization, involvement in the group, collaboration, learning, and students can learn independently. നമുക്കറിയാം, നമുക്ക് ICTയുടെ ഇമ്പോർട്ടൻസ്, നമുക്ക് മെറിറ്റ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ. ഒത്തിരി ഇൻഫർമേഷൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടി ലാംഗ്വേജ് ലേണിങ്ങിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു മെത്തേഡാണിത്. അതേപോലെ മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസും ആ ഒരു പ്രസൻറ്റേഷൻ വഴി ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു പവർഫുൾ മോട്ടിവേഷനാണ്. അതേപോലെ തന്നെ ഒത്തിരി കുട്ടികളിൽ ഒരേ സമയത്ത് എത്തിക്കും. അതേപോലെ ICT എന്ന് പറയുമ്പോഴത്തേക്ക് അത് ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ്, ഒരു ടീച്ചറിൻ്റെ ഒരു വലിയൊരു ഭാരവും കുറയ്ക്കും. കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല എന്നൊരു ഡൗട്ടൊന്നും അവിടെ വരില്ല. അടുത്ത് നമുക്ക് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റുഡൻസ് ഗെറ്റ് ഷോർട്ട് സ്പാൻ ഓഫ് അറ്റൻഷൻ ബിക്കോസ് ഓഫ് ദ ICT ഇൻ ലാംഗ്വേജ് ലേണിംഗ്. Online learning cannot offer human interaction. Students may open and log to the unnecessary website to play games or watch movies, etc. Intense requirement for self-discipline and self-direction. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ, അവർക്ക് ഈ ഒരു ലാംഗ്വേജ് ലേണിംഗ് ICT ഒരു വളരെ ഒത്തിരി നേരത്തെ ഒരു അറ്റൻഷൻ അവർ കൊടുക്കില്ല. കുറച്ച് നേരം മാത്രമേ അവർ അതിൽ നിൽക്കുകയുള്ളൂ ലാംഗ്വേജ് ലേണിങ്ങിൽ വരുമ്പോഴത്തേക്ക്. അതേപോലെ ഇവിടെ ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഇവിടെ നടക്കുന്നില്ല. എല്ലാം ഓൺലൈൻ വഴി ഇൻ്റർനെറ്റ് വഴിയാണല്ലോ, അപ്പോൾ ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഇല്ല. അതേപോലെ കുട്ടികൾ മറ്റ് വെബ്സൈറ്റുകളിലൊക്കെ കയറാനും മറ്റ് വേണ്ടാത്ത ഒത്തിരി വെബ്സൈറ്റ് നമ്മൾ ഇൻ്റർനെറ്റിൽ കിട്ടാത്തൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ മോശം വെബ്സൈറ്റിൽ കയറാനും അതേപോലെ ഗെയിംസും ഒക്കെ കളിക്കാനും അതേപോലെ മൂവീസൊക്കെ വാച്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ ഒരു സെൽഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു സെൽഫ് ഡിറക്ഷൻ ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ട്രെയിൻഡ് മാൻ പവർ ഈസ് റിക്വയർഡ് ടു യൂസ് ICT ടൂൾ ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ലേണർ, ദ ടീച്ചർ ഈസ് ഓൺലി എ മെൻറ്റർ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണം. നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ICT എന്ന് പറയുന്ന ഒരു കാര്യം നല്ല രീതിയിൽ അവിടെ നടക്കുകയുള്ളൂ. എല്ലാ ടൂൾസും എല്ലാം വേണം. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു ലേണേഴ്സ് തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നില്ല. അതേപോലെ തന്നെ ടീച്ചർ അവിടെ ഒരു മീഡിയേറ്ററായിട്ട് മാത്രമാണ് നടക്കുന്നത്. മനസ്സിലായില്ലേ? കമ്മ്യൂണിക്കേഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ലേണേഴ്സ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് അവിടെ നടക്കുന്നത്. ടീച്ചർ വെറും ഒരു മെൻറ്റർ മാത്രമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ AV AIDS ആൻഡ് ICTയെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മനസ്സിലായിട്ടുണ്ടെന്നും വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയാവും. ഞാൻ എൻ്റെ മെയിൽ ID കൂടെ കൊടുത്തേക്കാം. മെയിൽ ചെയ്താലും മതി. മെയിൽ ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. നോട്ട്സൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. കീപ് സപ്പോർട്ട്.